നമുക്ക് ഈ പിടയ്ക്കണ മീനിനെ ഇന്നൊന്ന് പൊരിച്ചു നോക്കിയാലോ? ഇതെന്താണെന്നല്ലേ നോക്കണം. ഇത് തോട്ടുമീനാണ്. തോട്ടുമീനല്ല, ഇത് ആറ്റുമീനാണ്. ഇതിന് ആ പിടയ്ക്കണ മീനിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, മറ്റത് തിലോപ്പി. അപ്പം നമുക്ക് ഫ്രഷാക്കി ക്ലീൻ ചെയ്ത് എടുക്കാം. ക്ലീൻ ചെയ്ത മീനിലോട്ട് കുറച്ച് ഉപ്പും മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇടണം. ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്, കാരണം നമുക്കൊക്കെ എരിവ് അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിത്രയും നമ്മളൊന്ന് മിക്സാക്കി, വേണമെങ്കിൽ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. ഞാൻ ലെമൺ ജ്യൂസ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇത് ഇത്രയും കൂടി മിക്സാക്കി പുരട്ടി മാറ്റി ഒരു അരമണിക്കൂറൊന്ന് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. അത്രയും നേരം ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമ്മുടെ ഈ കൂട്ടൊക്കെ അതിലോട്ടൊന്ന് പിടിക്കും, അതായത് മീനിലോട്ടൊന്ന് കൂട്ട് പിടിക്കും നന്നായിട്ട്. മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ എടുത്ത് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യണത് അതുപോലെ ചെയ്താൽ മതി. ഞാൻ പിന്നെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ചില ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ ഈ പൊരിക്കുന്നതിൽ വെളുത്തുള്ളി അല്ലിയില്ലേ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് നല്ല ഒരു പ്രത്യേക മണം വരും. അത് വേറൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. കറിവേപ്പില തണ്ട് മുകളിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. നല്ലോണം വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ മീനിൻ്റെ അകം വേവാണ്ട് അകം മാത്രം ഇങ്ങനെ വെന്തതുപോലെ ഇരിക്കും, വേവത്തില്ല, കരിഞ്ഞു പോയതുപോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വേവിച്ച് നോക്ക്, നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ആ പിടയ്ക്കണ ഫിഷ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് മീൻ കിട്ടിയാണ്. നമ്മൾ മീൻ വാങ്ങുന്നില്ലായിരുന്നു, കാരണം മഴയായതുകൊണ്ട് കടലിലൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട്. പക്ഷേ അങ്ങനെ കിട്ടിയ മീനാണ്, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റുമായിരുന്നു.